നമസ്കാരം മാന്യ പ്രേക്ഷകരെ. കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ഹിന്ദു ഏകതാ സമ്മേളനം. അതുമായി ബന്ധപ്പെട്ട് ഗംഭീരമായിട്ടുള്ള പ്രോഗ്രാമാണ് അതിൻ്റെ സംഘാടകർ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഉദ്ഘാടനം അമൃതാനന്ദമയിയുടെ ശിഷ്യയായിട്ടുള്ള സംപൂജ്യ സ്വാമിനി വരദാമൃത പ്രാണ അവരാണ് നിർവഹിച്ചത്. അതിനുശേഷം മുഖ്യ പ്രഭാഷണമൊക്കെ ഗംഭീരമായി നടന്നു എന്നുള്ളതാണ്. നോക്കൂ, മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയിൽ മാത്രമല്ല, നിലമ്പൂർ പോലെയുള്ള ഭൂരിപക്ഷ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നാട്ടിൽ ഇത്രയ്ക്കും ഒരു ഗംഭീര പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് ആദ്യം തന്നെ അതിൻ്റെ സംഘാടകർക്ക് വലിയൊരു കയ്യടി അതല്ലെങ്കിൽ വലിയൊരു സല്യൂട്ട് തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഗംഭീരമായിരുന്നു പ്രോഗ്രാം. വലിയൊരു ഓഡിറ്റോറിയം, OCK ഓഡിറ്റോറിയം എന്ന് പറയുന്ന നിലമ്പൂരിൻ്റെ ഹൃദയഭാഗത്ത് അതല്ലെങ്കിൽ ഗംഭീരമായിട്ടുള്ളൊരു ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിലായിരുന്നു പ്രോഗ്രാം. അവിടെ കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് പേരെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയൊരു ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയം തന്നെയായിരുന്നു ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തത്. നോക്കൂ, നമ്മുടെ സങ്കല്പം വലുതാണ് എന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളുന്ന ആ ഒരു ഓഡിറ്റോറിയം നിറഞ്ഞു തുളുമ്പും എന്നുള്ളതായിരുന്നു നമ്മൾക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു സാക്ഷ്യം. മാത്രമല്ല, ഇവിടെ വന്നെത്തുന്ന ആളുകൾക്കൊക്കെ ചായയും ലഘു പലഹാരമായിട്ടുള്ള ഉണ്ണിയപ്പം ഇതൊക്കെ നമ്മുടെ സഹോദരിമാർ വിതരണം ചെയ്യുന്ന ആ ഒരു കാഴ്ചയൊക്കെ ഗംഭീരം തന്നെയായിരുന്നു. ഗംഭീര ചായയായിരുന്നു, ഉണ്ണിയപ്പവും ചായയും. മാത്രമല്ല, ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമൃതാനന്ദമയി അമ്മയുടെ ശിഷ്യയായിട്ടുള്ള മലപ്പുറം ആശ്രമത്തിൻ്റെ മഠാധിപയായിട്ടുള്ള അമ്മയാണ് നിർവഹിച്ചത്. മാത്രമല്ല, വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷി ജാതി മത ഭേദമന്യുള്ള ആളുകൾ ഇതിനെത്തിയിരുന്നു. നോക്കൂ, കൈകൂപ്പി നിൽക്കുന്ന ആ ഒരു സ്ത്രീയൊക്കെ, അവരൊക്കെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ് ഇവിടെയുള്ള. പൂർണ്ണമായിട്ടും പരിപാടി അവസാനിക്കുന്നതിന് മുൻപ് അവർ പോയി. എന്നിരുന്നാലും ഇവിടുത്തെ നിലമ്പൂരുമായി ബന്ധപ്പെട്ടുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവിധ ജനങ്ങളും ഹിന്ദു എന്ന് പറയുന്ന ആ അക്ഷരങ്ങൾക്ക് കീഴിൽ അണിനിരന്ന ഒരു ഗംഭീര പ്രോഗ്രാം തന്നെയായിരുന്നു. ഈ ഉദ്ഘാടന പ്രോഗ്രാമിന് ശേഷം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അമൃതാനന്ദമയിയുടെ ശിഷ്യയായിട്ടുള്ള അമ്മയുടെ അനുഗ്രഹ പ്രഭാഷണം ഉണ്ടായിരുന്നു. അതിനുശേഷം മുഖ്യ പ്രഭാഷണം ശ്രീജിത്ത് നടത്തി. ഗംഭീരമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊക്കെ. ആ പ്രഭാഷണം സത്യത്തിൽ ഈ ഹോള് കുറച്ച് എക്കോയുള്ള ഹോളായിരുന്നു. അതുകൊണ്ട് ഓഡിയോയിൽ കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ പ്രഭാഷണം, അമ്മയുടെ പ്രഭാഷണമായാലും ഇപ്പോൾ നിലവിളക്ക് കൊളുത്തി കഴിഞ്ഞ് കൈ തുടച്ചുകൊണ്ടിരിക്കുന്ന ശ്രീജിത്ത് ജി, അദ്ദേഹം നടത്തിയ മുഖ്യ പ്രഭാഷണമായാലും ഗംഭീരമായിരുന്നു. ഉദ്ഘാടനവും മുഖ്യ പ്രഭാഷണവും എന്തായാലും അതൊക്കെ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിന് ഓഡിയോയിൽ കുറച്ച് തകരാറുണ്ട്. കാരണം ആ ഹോളിൽ ഭയങ്കര എക്കോയായിരുന്നു. ആ എക്കോ വീണ്ടും ഇങ്ങോട്ട് അടിച്ച് കയറുന്നത് കൊണ്ട് തന്നെ ശബ്ദം ഡബിളായിട്ട് ഇതിലേക്ക് റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ എന്നിരുന്നാലും സൂക്ഷിച്ച് കേൾക്കേണ്ടവർക്ക് കേൾക്കാം, ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാം എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ആ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കാണേണ്ടവർക്ക് കാണാം പോയിട്ട്. നാടിൻ്റെ നാനാദിക്കിലുമുള്ള ആളുകൾ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. അതിന് ശേഷം എല്ലാവരും അവരുടെ സീറ്റിലേക്ക് വന്നിരുന്നു. നോക്കൂ, പ്രൗഢ ഗംഭീരമായിട്ടുള്ള സദസ്സും വേദിയും തന്നെയായിരുന്നു. ആയിരക്കണക്കിന് ആളുകളായിരുന്നു ഇതിൽ പങ്കെടുത്തത്. നോക്കൂ, വേദിയിലിരിക്കുന്ന പ്രമുഖർ, അത് എല്ലാ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെ ഭാരവാഹിയായാലും അതല്ലെങ്കിൽ ജാതി മത ഓരോ ആളുകളുടെയും പ്രാതിനിധ്യം ഉറപ്പിക്കുന്നത് തന്നെയായിരുന്നു സംഘാടകർ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ യാതൊരുവിധ പരാതിക്കും ഇട നൽകാതെ തന്നെ ഈ പറയുന്ന രാഷ്ട്രീയ വ്യത്യാസം ആരും നോക്കാതെ തന്നെ പങ്കെടുത്തു എന്നുള്ള വലിയൊരു സംഭവം തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഇതിൻ്റെ ഈ പറയുന്ന അതിഥികളായിട്ട് എത്തിയിട്ടുള്ള വേദിയിലുള്ള ആളുകൾക്ക് പുറമെ സദസ്സായാലും വേദിയായാലും ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞല്ലോ. നോക്കൂ, ആയിരക്കണക്കിന് ആളുകൾ ഇരുന്ന ആ ആളുകളെ ഓരോരുത്തരെയും നിങ്ങൾക്ക് മുൻപിൽ അവരുടെ മുഖം കാണിക്കുക എന്നുള്ള വലിയൊരു ദൗത്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ ചാനൽ ഓരോ ആളുകളുടെ മുമ്പിലേക്കും ചെന്നിട്ട് അവരുടെ ആ നിരകളെ അങ്ങ് ഒപ്പിയെടുത്തുകൊണ്ട് തന്നെ എല്ലാവരെയും കാണിക്കുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് തോന്നുന്നു 6-7 മിനിറ്റ് വരെ നീണ്ടു നിന്നു ഇവരെ എല്ലാവരെയും കാണിക്കുന്ന രീതിയിൽ ഈ വീഡിയോ എടുക്കാൻ എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും മേലെ ആ ഒരു ഗാലറി പോലെയുള്ളൊരു വേദി കൂടിയുണ്ട്. വേദിയല്ല, സദസ്സ്. അത്തരത്തിൽ അതിൻ്റെ മുകളിലും ആളുകൾ കയറിയിരിക്കുന്നുണ്ടായിരുന്നു. കാരണം താഴെ നിറഞ്ഞ് തുളുമ്പിയിരുന്നു ആളുകൾ, സീറ്റൊന്നും ഒഴിവുണ്ടായിരുന്നില്ല.
ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മേലെയുള്ള ഗ്യാലറിയിലും ആളുകൾ നിറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരുന്നു. അത്ര കണ്ട് ജനബാഹുല്യം കൊണ്ട് ഗംഭീരമായിരുന്നു ഈ പ്രോഗ്രാം എന്നുള്ളതാണ് സത്യം. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ പോലെയുള്ളൊരു സ്ഥലത്ത് ഇത്തരത്തിലൊരു പ്രോഗ്രാം വെച്ച സമയത്ത്, മാത്രമല്ല ഇത് 9 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്ന ആ സമയത്ത്, 9 മണിയായ സമയത്ത് ഇതിൻ്റെ പകുതി പോലും ആളുകൾ ഉണ്ടായിരുന്നില്ല. നമ്മൾക്കറിയാം ഞായറാഴ്ച ദിവസമൊക്കെ നമ്മുടെ ഹിന്ദുക്കളെ സംബന്ധിച്ച് കല്യാണം കൂടാനും വിരുന്നുകൾ കൂടാനും അതല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെയുള്ള ഒരു ആഴ്ചയിലെ ഒരു ദിവസം ഹിന്ദുക്കളെ സംബന്ധിച്ച് മാത്രമല്ല എല്ലാ ആളുകളെയും അത്തരത്തിൽ അവർ ഞായറാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ ഈ മൊത്തം ഈ ഹോള് നിറയുമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ സംഘാടകർ വെച്ചിട്ടുള്ള ആ വലിയൊരു സങ്കല്പമുണ്ടല്ലോ, ആ സങ്കല്പം വലുതായതുകൊണ്ട് തന്നെ ഇത് നിറഞ്ഞ് കവിയുമെന്നുള്ള അവരുടെ ആ പ്രതീക്ഷ, ഭഗവാനോടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന ഒന്നുകൊണ്ട് തന്നെ ഭഗവാൻ ആ സങ്കല്പം നിറവേറ്റിക്കൊടുത്ത വലിയൊരു കാഴ്ച തന്നെയായിരുന്നു അവിടെ കണ്ടത്. നോക്കൂ, നിങ്ങൾ കാണുന്ന ഈ ദൃശ്യങ്ങളിൽ ഒരു കസേര പോലും ഒഴിഞ്ഞിരിപ്പില്ല എന്നുള്ളതാണ്. ചിലരൊക്കെ പറയും ചില സംഘടനകളുടെ പ്രോഗ്രാമുകൾക്കൊക്കെ ഒഴിഞ്ഞ കസേരകളൊക്കെ ഏതെങ്കിലും ചാനലുകാർ കാണിച്ചാൽ പറയുന്ന ഇന്നിപ്പോൾ AI, ആ ഒരു AI ചിത്രീകരണമാണ് എന്ന് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ AI എന്ന് പറയുന്ന സംഭവമില്ല. ഇവിടെ ഓരോ ആളുകളും നിറഞ്ഞിരിക്കുക തന്നെയാണ്. ഒരു കസേര പോലും ഒഴിവില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇത് AI ആണ് എന്ന് ആരും പറയേണ്ട. സാധാരണക്കാരായിട്ടുള്ള നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ജനവിഭാഗം അവർ ഏകതയോടെ ഹിന്ദു എന്ന് പറയുന്ന ആ രണ്ടക്ഷരത്തിന് കീഴിൽ അണിനിരന്നുകൊണ്ട് അവിടെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട്, വ്യത്യസ്ത രീതിയിലുള്ള സംഘടന ആ ഒരു താല്പര്യങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് അണിനിരക്കുക എന്ന് പറയുമ്പോൾ അതിനപ്പുറം ഒരു സന്തോഷം വേറെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടി അത്ര കണ്ട് ഗംഭീര വിജയമായി എന്നുള്ളത് ഉറക്കെ പറയേണ്ടതുണ്ട്. ഇത് ഹിന്ദു ഏകതാ സമ്മേളനം എന്ന് പറയുന്നത് വർഷത്തിൽ കാണുന്ന ഒരു ദിവസത്തെ ഒരു പ്രോഗ്രാം മാത്രമായിട്ടല്ല ഇന്ന് ഇതിൻ്റെ സംഘാടകർ കാണുന്നത്. കാരണം ഹിന്ദു എന്ന് പറയുന്ന വാക്കിന് കീഴിലുള്ള, അത് കമ്മ്യൂണിസ്റ്റുകാരായിക്കോട്ടെ, കോൺഗ്രസ്സുകാരായിക്കോട്ടെ, BJPക്കാരായിക്കോട്ടെ, മറ്റേതൊരു രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളായിക്കോട്ടെ, അതിന് കീഴിലൊക്കെ ആണെങ്കിൽ പോലും നമ്മളെ എല്ലാം ഒന്നിപ്പിക്കുന്ന ഹിന്ദു എന്ന് പറയുന്ന ആ രണ്ടക്ഷരം, ആ രണ്ടക്ഷരത്തിന് കീഴിൽ അത്തരത്തിലുള്ള എല്ലാ ജനവിഭാഗങ്ങളും അണിനിരന്ന് ഇരിക്കുന്ന, ആ ഒരു സന്തോഷത്തോടെ ഇരിക്കുന്ന, ഉദ്ഘാടന പ്രഭാഷണമായി കഴിഞ്ഞാലും മുഖ്യ പ്രഭാഷണമായി കഴിഞ്ഞാലും അതൊക്കെ ശ്രവിച്ചുകൊണ്ട് ആദ്യാവസാനം മുതൽ ഇരിക്കുക. ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു 12:30 1 മണിക്ക്, ഏകദേശം 1 മണിയോടുകൂടിയാണ് ഇവിടുത്തെ മുഖ്യ പ്രഭാഷണമൊക്കെ അവസാനിക്കുന്നത്. അതിനുശേഷം അന്നദാനമുണ്ടായിരുന്നു, ഗംഭീര അന്നദാനമായിരുന്നു. അതും കഴിഞ്ഞ് മാത്രമല്ല അവിടെ കുട്ടികളുടെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, വ്യത്യസ്ത രീതിയിലുള്ള കലാരൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതും ആസ്വദിച്ചതിന് ശേഷമാണ് ഈ ഒരു ഞായറാഴ്ച ഹിന്ദു എന്ന് പറയുന്ന ആ രണ്ടക്ഷരത്തിൻ്റെ ആ ഒരു ഉറപ്പുണ്ടല്ലോ, ശക്തി ഉണ്ടല്ലോ. ഹിന്ദു ഉണർന്നാൽ ദേശമുണർന്നു എന്ന് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ ഹിന്ദു ഉണർന്നാൽ ദേശമുണർന്നു എന്ന് മാത്രമല്ല, ഹിന്ദു ഉണർന്നാൽ മാത്രമേ നാടിൻ്റെ നിലനിൽപ്പ് കൂടി ഉള്ളൂ എന്നതായിരുന്നു ഈ വേദിയിൽ നിന്ന് നമ്മളെല്ലാവരും കേട്ട, നമ്മൾക്കെല്ലാവർക്കും പ്രഭാഷണങ്ങളിലൂടെ അമ്മയായാലും ശ്രീജിജി ആയാലും പകർന്നു തന്നിട്ടുള്ള വിവരങ്ങൾ. നമ്മൾക്കറിയാം, മതേതരത്വമായാലും ജനാധിപത്യമായാലും അതെല്ലാം ഹിന്ദു ഉള്ളിടത്തോളം കാലം മാത്രമേ, ഹിന്ദു ഭൂരിപക്ഷമായിടത്തോളം കാലം മാത്രമേ, അതല്ലെങ്കിൽ ഹിന്ദു ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഹിന്ദു എന്ന് പറയുന്ന ആ വിഭാഗം ഈ ഭൂമിയിൽ നിന്ന്, അതല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കപ്പെട്ടാൽ എന്തായിരിക്കും ഈ നാട്ടിലേക്ക് കയറി വരുന്ന പുതിയ പുതിയ നിയമങ്ങളെന്നും മതേതരത്വം ജനാധിപത്യം എന്നുള്ളതൊക്കെ തുടച്ചു നീക്കപ്പെടും എന്നുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വ്യത്യസ്ത രാജ്യങ്ങളിലൊക്കെ ഈ പറയുന്ന മൃഗീയ ആ ഒരു ദുഷ്ട സ്വഭാവമുള്ള, ചെകുത്താൻ്റെ സ്വഭാവമുള്ള അത്തരത്തിലുള്ള ആളുകൾ ഭരിക്കുന്നതോടുകൂടി ഭൂരിപക്ഷമാവുന്നതോടുകൂടി എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി വന്നിട്ടുള്ള എല്ലാ ഹിന്ദുക്കൾക്കും വലിയ നമസ്കാരം.